ഞാനിതർഹിക്കുന്നു, ഞാനിതർഹിക്കുന്നു. ചിലരുണ്ട് 10-20 വയസ്സിൽ തന്നെ തൻ്റെ ചുറ്റുമുള്ളതിനേക്കാളൊക്കെ വലുത് ഒരു പെണ്ണാണെന്ന് കരുതി എല്ലാം അവൾക്ക് വേണ്ടി ഉപേക്ഷിക്കും. അത്തരത്തിലുള്ള ഒരാളായിരുന്നു ഞാൻ. എന്നെ സ്നേഹിച്ചവരൊക്കെ ഞാൻ വഞ്ചിച്ചു. എല്ലാവരും എതിർത്തിരുന്നു. അപ്പ, അമ്മ, എല്ലാവരും. പക്ഷെ ഒന്നും ഞാൻ കേട്ടില്ല. അങ്ങനെ 21 വയസ്സുള്ള ഞാൻ 19 വയസ്സുള്ള അവളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. 18 വർഷം അവളെ വളർത്തിയ സ്വന്തം മാതാപിതാക്കളെ പോലും അവൾ എന്നോടുള്ള സ്നേഹം മൂലം ഉപേക്ഷിച്ചു വന്നു. പക്ഷേ 18 വർഷം അവളെ വളർത്തിയ സ്വന്തം മാതാപിതാക്കളെ അവൾക്കൊരു ദിവസം വഞ്ചിക്കാമായിരുന്നെങ്കിൽ അവൾ എന്നെയും ഒരു ദിവസം വഞ്ചിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ അവൾ എന്നെയും വിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ എൻ്റെ അമ്മ കൊതിച്ചിരുന്നു ഒരുപാട്. അമ്മ എന്നെ സ്വർണം പോലും വിറ്റായിരുന്നു പഠിപ്പിച്ചത്. ആ അമ്മയെ ഞാൻ ചതിച്ചു, എല്ലാം അവൾക്ക് വേണ്ടി. ഞാൻ എന്തിനു വേണ്ടി ഈ ലോകത്തെ ഉപേക്ഷിച്ചുവോ അതെന്നെ ഈ ലോകത്തിൽ നിന്ന് അകറ്റി. അച്ഛനിങ്ങനൊരു മകനില്ലെന്ന് തന്നെ പറഞ്ഞു. എനിക്കിനി ലോകത്ത് ഒന്നും ആരുമില്ല. ഞാൻ എല്ലാവരെയും വഞ്ചിച്ചു. എല്ലാവരും എന്നെ വെറുക്കുന്നു. ഞാൻ എൻ്റെ അച്ഛനമ്മയും ചതിച്ചു, അവളുടേതും. എനിക്കിനി ജീവിക്കണ്ട. പക്ഷേ എൻ്റെ ജീവിതം തകർത്തങ്ങനെ ആരും സന്തോഷിക്കണ്ട. എന്നെ ചതിച്ച് അവളെയും ഞാൻ കൊല്ലും, അവനെയും ഞാൻ കൊല്ലും. ആയിരം കണ്ണുമായി കാത്തിരുന്നു. സാറിന് എന്താ വേണ്ടേ? ഓ, എനിക്കൊരു തോക്ക് വേണമായിരുന്നു. ഹണ്ടിങ്ങിനാണോ ടാർഗറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യാനാണോ? ഹണ്ടിങ്. കുറച്ച് പവർഫുള്ളായിട്ട് തോക്ക് വേണമായിരുന്നു. ഹണ്ടിങ്ങിനാണെങ്കിൽ ഇവിടെ പവർഫുൾ ആയിട്ടുള്ള മോഡൽ 50 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ വെപ്പണാണ് ഇത്. മോഡൽ 50 120 മീറ്റർ റേഞ്ച് ഉണ്ട്. ഇതിലും പവർ ഉള്ളതാണ് സാറിന് വേണ്ടതെന്ന് വെച്ചാൽ 200 മീറ്ററിനുള്ള വേറൊരു മോഡലുണ്ട്. പിന്നെ 250 മീറ്ററിൻ്റെ ഉണ്ട്, 300 മീറ്ററിൻ്റെ ഉണ്ട്, 100 മീറ്റർ ബിലോ 100 മീറ്ററിലുണ്ട്. ഈ മോഡൽ എടുത്താൽ എങ്ങനെ? ഇത് പറ്റുമോ? എനിക്ക് ഇത്ര വലിയ തോക്കല്ല വേണ്ടേ, ചെറിയ സൈസാ, കയ്യിൽ പിടിക്കാൻ പറ്റുന്നു. ആ, അതെ. ഇത് പറ്റുമോ? ഞാൻ അവനെയും കൊല്ലും, അവളെയും കൊല്ലും, എന്നിട്ട് ഞാനും ചാവും. ഇതിനെത്രയാ? ഈ തോക്കിന് എത്രയോ? ഇതിന് 12,000 റുപ്പീസ്. എനിക്ക് ഇത്ര വലിയ റേറ്റിൻ്റെ ഒന്നും വേണ്ട. എനിക്കൊരു 5,000-6,000 റേഞ്ചിലുള്ളത് മതിയായിരുന്നു. ലാസ്റ്റ് ഒരു 11,000 റുപ്പീസിന് തരാം. അല്ല, എൻ്റെ റേഞ്ചിലുള്ളത് ഇല്ലേ പോട്ട്. അധികം സംസാരമൊന്നും വേണ്ട.
കൊല്ലണം. കൊല്ലാതെ കൊന്നാ പോരെ. അവനെ കൊന്നു ഞാനും ചാവും. അവളെ ഞാൻ ജീവനോടെ വിടും. അവൾ നരകിച്ച് ജീവിക്കണം. നാട്ടുകാർ അറിയട്ടെ അവളൊരു വേശ്യയെ പോലെയായിരുന്നു ജീവിച്ചതെന്ന്. അവൾ കുറ്റബോധം കൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യണം. ബ്ലാങ്ക പിസ്റ്റൾ സിസ്മേഡാണ്. സെൽഫ് പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ ഇതാണ് ബെസ്റ്റ്. ഒടുക്കത്തെ റേഞ്ചും ആണ്. പിന്നെ ചില ആൾക്കാർ ഇത് മിസ്യൂസും ചെയ്യുന്നുണ്ട്. വാ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇങ്ങനെയല്ല പിടിക്കേണ്ടത്. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു കയ്യിൽ. ഒരു മിനിറ്റ്. അതെ, നാഷണൽ എയർലൈൻസ് ആണ്. പ്രതികാരം വീട്ടിയിട്ട് അവൾ നരകിക്കുന്നത് കാണാതെ എനിക്ക് മരിക്കണ്ട. എനിക്കത് കാണണം. അല്ലെങ്കിലും ഞാൻ എന്തിനാ മരിക്കുന്നേ? ചതിച്ചത് അവളല്ലേ. ഞാൻ തീരുമാനിച്ചു, എല്ലാത്തിനും കാരണക്കാരനായ അവനെ കൊല്ലും. അവളെ ജീവനോടെ വിടും. അപ്പോഴേക്ക് ഞാൻ അകത്താകും. പക്ഷേ കോടതിയുടെ മുമ്പിൽ അവളെക്കുറിച്ചുള്ളതൊക്കെ എനിക്ക് പറയണം. എല്ലാവരും അറിയട്ടെ അവളൊരു വേശ്യയെ പോലെയായിരുന്നു ജീവിച്ചതെന്ന്. ന്യായം എൻ്റെ പക്കലാണെന്ന് കുറച്ചു പേരെങ്കിലും അറിയട്ടെ. എൻ്റെ അപ്പനും അമ്മയുമെങ്കിലും. ഈ തോക്കിന് എത്രയാ? ഇതിന് 5500. എനിക്കിത് വേണം. ആ ശരി. കൊടുങ്ങല്ലൂരിൽ ഭാര്യയുടെ കാമുകനെ കൊന്ന കേസിലെ പ്രതിയായ പട്ടാളക്കാരനെ കോടതി ജാമ്യം നിഷേധിച്ചു. പട്ടാളക്കാരനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കാൻ പട്ടാളക്കാരെ സ്റ്റോറി അറിയില്ല? ഇല്ല. അറിയില്ല. നിങ്ങളെന്താ ആളാണപ്പാ? പട്ടാളക്കാരൻ ആരാന്നറിയോ? കഴിഞ്ഞ വർഷം നമ്മുടെ ഷോപ്പിൽ സാധനം വാങ്ങിക്കാൻ വന്ന ആളാണ്. എന്തിനാ വാങ്ങാൻ വന്നറിയോ? ഭാര്യയുടെ സീക്രട്ട് ലവറെ കൊല്ലാൻ വേണ്ടിട്ടാ. പട്ടാളക്കാരൻ സീക്രട്ട് ലവറെ കൊന്നു. പോലീസ് പിടിച്ച് കോടതി കൊണ്ടുപോയി. പട്ടാളക്കാരൻ കുറെ പറഞ്ഞു ഭാര്യയെ കുറിച്ച്. അവസാനം കേസ് എന്തായെന്നറിയോ? പട്ടാളക്കാരൻ സംശയരോഗാണ്. അവസാനം എന്താ ഉണ്ടായതെന്നറിയോ? പട്ടാളക്കാരന്റെ ഭാര്യന്റെ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞ ആഴ്ചയാ കഴിഞ്ഞത്. അല്ല, ഇതിപ്പോ എന്റെയും പട്ടാളക്കാരന്റെ അവസ്ഥയിൽ എന്തോ ഒരു വ്യത്യാസം. ഒരു പട്ടാളക്കാരന് പോലും സംശയരോഗമാണെന്ന് പറഞ്ഞെങ്കിൽ പിന്നെയാണോ ഞാൻ? ശരിക്കും അയാളെ ഭാഗത്ത് വലിയ തെറ്റൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഒരു പെണ്ണ് ഒരുമ്പിട്ടിറങ്ങിയാൽ ആരായാലും പിറകെ പോയില്ലേ? ഇങ്ങനെ ഒരു തെറ്റും കൂടി ചെയ്തെന്ന് പറഞ്ഞാൽ അച്ഛനും നമുക്കത് താങ്ങാൻ പറ്റുമോ? അവളായി അവളെ പാടായി എന്തെങ്കിലും ആകട്ടെ മോള്. എനിക്ക് തോക്ക് വേണ്ടായിരുന്നു. എന്തായിരുന്നു എന്താ ആളെ പൊട്ടനക്ക? എന്താടാ നിന്റെ വിചാരം? ഇത്രയും നേരം ഈ ഗണ്ണുകളൊക്കെ വാരി വലിച്ചിട്ടിട്ട് നീ എന്താ ആളെ കളിപ്പിക്കുക? ആർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ അതെല്ലാം കൂടി വാരി വലിച്ചിട്ടിട്ട് വേണ്ടിട്ടാ? എന്താ എന്റെ വിചാരം? നീ എവിടെ നിന്നാടാ വരുന്നത്? ചേട്ടാ, ആ 50 മില്യൺ എത്രയാ? ഏത് ആ ഡിസ്പ്ലേക്ക് വെച്ചാ? അല്ല, എന്നാലും എന്നൊരു റേറ്റ് എത്ര അതിന്റെ? ഒരു 500 ഉറുപ്പ്യ ഉണ്ടോ? എനിക്കത് വേണേനു. സാധനം എന്താ? എന്താ ആളെ കളിപ്പിക്കുക? അല്ല എനിക്കത് വേണേനു. നിങ്ങൾ സാധനം എന്താ? എത്രയാ? അല്ലെങ്കിലും നമ്മുടെ മനസ്സൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം തുള്ളിക്കളിക്കും. അല്ല, അതിപ്പോൾ തുള്ളിക്കളിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ അകത്തായിട്ടുണ്ടാവും. പക്ഷേ
ഞാനിനി ആ വീട്ടിലേക്ക് തിരിച്ചില്ല. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം, വിജയിക്കണം, ഒരു സ്ഥാനത്തിലെത്തണം. ശരിക്കും വീട്ടിൽ പോവാതിരിക്കണോ?